अस्सलामुअलैकुम वरहमतुल्लाहि वबरकातुहु। बिस्मिल्लाहिर्रहमानिर्रहीम। अल्हम्दुलिल्लाह। പരമകാരുണികനും കരുണാമയനുമായിട്ടുള്ള അള്ളാഹുവിൻ്റെ നാമത്തിൽ സ്തോത്രം. അള്ളാഹുവിന് മാത്രം. അവൻ സർവ്വലോക പരിപാലകൻ, പരമകാരുണികൻ, കരുണാമയൻ, പ്രതിഫല ദിനത്തിൻ്റെ നാഥൻ. നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് നേർമാർഗത്തിലേക്ക് നയിക്കണമേ. നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. നിൻ്റെ കോപത്തിന് പാത്രമായവരുടെയും വഴിപഴിച്ചവരുടെയും മാർഗത്തിലേക്ക് ഞങ്ങളെ കടത്തിവിടരുത്. അൽഹംദുലില്ലാഹ്. ഈന്തമരങ്ങൾ ഇടതിങ്ങിയ ശീതള ശാർദുലങ്ങളിൽ സുഖിച്ചു നിൽക്കുന്ന അല്ലയോ മക്കാ സുന്ദരി, നിനക്കായിക്കൊണ്ട് പരമകാരുണികനായിട്ടുള്ള അള്ളാഹു ഉയർത്തിക്കാണിച്ച് ഒരുവനാണ് ഉമർ ബിൻ അൽ ഖത്താബ്. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു. കൂഫയിൽ നിന്ന് പുറപ്പെട്ട കഖാവും സംഘവും അവർ ഹിംസിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവിടെ യുദ്ധം ആരംഭിച്ചു. എങ്കിലും ഇവരുടെ ഈ വരവ്, സൈന്യത്തിൻ്റെ വരവ്, ശത്രുക്കളിൽ വലിയ രീതിയിലുള്ള ഭീതി ജനിപ്പിക്കാനിട വരുത്തി. അത് അവരുടെ വിജയത്തിന് അടിസ്ഥാന കാരണമായിട്ട് വർത്തിക്കുകയും ചെയ്തു. ആയതുകൊണ്ട് തന്നെ യുദ്ധം ചെയ്തില്ലെങ്കിൽ പോലും അവരുടെ സാന്നിധ്യം യുദ്ധവിജയത്തിന് കാരണമായി എന്നുള്ളത് കൊണ്ട് സമരാർജിത യുദ്ധത്തിൽ നിന്ന് ലഭിച്ച സമ്പത്തുകളുടെ വിഹിതം അവർക്കും കൊടുത്തു എന്നുള്ളതാണ് സത്യം. ഖലീഫ ഉമർ അദ്ദേഹത്തിൻ്റെ സഖാക്കളും ഒരുമിച്ച് ജാബിയയിൽ അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ ശത്രുക്കളൊക്കെ ഉപരോധങ്ങളൊക്കെ അവസാനിപ്പിച്ച് ഹിംസിൽ നിന്ന് കടന്നിരുന്നു. അവർ നിരവധി കപ്പലുകളിലായിട്ട് അലക്സാണ്ട്രിയയിലേക്കാണ് പോയത്. ആയതുകൊണ്ട് തന്നെ ഖലീദ് ബിൻ വലീദ് ഖിന്നസ്രീനിലേക്ക് തന്നെ അദ്ദേഹം മടങ്ങിപ്പോയി. ഇനി അദ്ദേഹത്തിൻ്റെ ആവശ്യം അവിടെ ഇല്ല എന്നുള്ളത് കൊണ്ട് ഈ സംഭവങ്ങൾക്കിടയിൽ ഇയാൾ ബിൻ ഗനബിൻ്റെ നേതൃത്വത്തിൽ സുഹൈൽ ബിൻ ഉദ്മാനും സംഘവും റഖ എന്ന സ്ഥലം ഉപരോധിക്കുകയും കീഴ്പ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള ആളുകൾ ഒരു യുദ്ധം കാക്ഷിച്ചിരുന്നില്ല. അവർ യുദ്ധം കൂടാതെ തന്നെ അവർ ഒരു ഒത്തുതീർപ്പിന് അവർ തയ്യാറായി. അബ്ദുള്ള ബിൻ ഉദ്ബാനും സൈന്യവും മൗസ്ഫിലും നസീബിനും ദിയാർ ബക്കർ അത് രണ്ടും അധീനപ്പെടുത്തി. അവിടെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു പോരാട്ടത്തിൻ്റെ ആവശ്യം വന്നിരുന്നില്ല. പോരാടാനുള്ള ശേഷി അവിടുത്തുകാർക്കുണ്ടായിരുന്നില്ല. അവരും സന്ധിയിൽ അമരുകയാണ് ചെയ്തത്. പിന്നീട് ഇയാൾ സുഹൈലിനെയും അബ്ദുള്ള ബിൻ ഉദ്ബാനെയും കൂട്ടി ഹറാനിലേക്ക് പോയി. ആ നാട്ടിലെ ആളുകളുമായിട്ട് അവിടെ സന്ധി ചെയ്തു. അങ്ങനെ അവിടെ റഹ നിവാസികളും മുസ്ലിങ്ങളുമായിട്ട് നല്ലൊരു കരാറിൽ ഏർപ്പെട്ടു. ഈ ഒരു സംഭവത്തോടു കൂടി സിറിയ പരിപൂർണമായിട്ടും സിറിയ ഇസ്ലാമിന് അധീനമായി. അതിനുശേഷം പിന്നീട് ഒരിക്കൽ പോലും ക്രിസ്ത്യാനികളുടെ സേന, ക്രൈസ്തവ സേന മുസ്ലിങ്ങളുടെ നേരെ തിരിയാൻ പരിശ്രമിച്ചിട്ടില്ല. അതിനവർ ധൈര്യം കാണിച്ചിട്ടില്ല. വലീദ് ബിൻ ഉഖ്ബ ജസീറയിൽ ചെന്ന് അവിടുത്തെ അറബ് ഗോത്രങ്ങളെയൊക്കെ കണ്ടു, ആ നാട്ടുകാരെ. അവരിൽ ഒരു ഗോത്രം മാത്രം, ഇയാദ് ഗോത്രം വളരെ ധാർഷ്ട്യം കാണിച്ചുകൊണ്ട് റോമക്കാരുടെ അടുത്തേക്കാണ് ചെന്നത്. ഇങ്ങനെയുണ്ടായ സംഭവം വലീദ് ഖലീഫയെ എഴുതി അറിയിച്ചിരുന്നു.
അതുകൊണ്ട് തന്നെ ഖലീഫ ഉമർ ഹിറാക്ലിയസ് ചക്രവർത്തിക്ക് എഴുതുകയുണ്ടായി, അറബ് ഗോത്രങ്ങളിൽ ഒരെണ്ണം, അതായത് ഇയാദ് ഗോത്രം, അവരുടെ നാടൊക്കെ ഉപേക്ഷിച്ചിട്ട് നിങ്ങളുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. ആ വിവരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അവരെ ഉടനെ തന്നെ ഇങ്ങോട്ട് തിരിച്ചയക്കുക. അതല്ല, അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇവിടെയുള്ള ക്രൈസ്തവരെ മുഴുവൻ ഞങ്ങൾ ഇവിടെ നാട്ടി ഓടിക്കും. ഏതായാലും ഹിറാക്ലിയസിന് വേറെ മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം കൂടുതൽ ചിന്തിക്കാൻ നിന്നില്ല. അവിടെ ചെന്ന ഇയാദ് ഗോത്രക്കാരെ മുഴുവൻ വന്നിടത്തേക്ക് തന്നെ മടക്കി അയച്ചു. ആ സംഘം മുഴുവൻ മുസ്ലിങ്ങളുമായിട്ട് സന്ധി ചെയ്തുകൊണ്ട് അവരുടെ നാട്ടിൽ തന്നെ സമാധാനമായിട്ട് ജീവിക്കുകയും ചെയ്തു. അങ്ങനെ സിറിയയുടെ ദക്ഷിണ ഭാഗം, തെക്ക് ഭാഗം മുതൽ ഉത്തര അതിർത്തി വരെയുള്ള മുഴുവൻ പ്രദേശങ്ങളും മദീനയുടെ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ കീഴിലായി മാറി. ഖലീഫ ഉമറിൻ്റെ കീഴിലായിട്ട് മാറി. അതുകൊണ്ട് തന്നെ സിറിയയുടെ ശുദ്ധീകരണം അത് പൂർത്തിയായി. സിറിയ ഒരു മുസ്ലിം രാഷ്ട്രമായിട്ട് മാറി. പിന്നീട് ഒരിക്കൽ പോലും റോമക്കാർ പലപ്പോഴായിട്ട് പല രൂപത്തിൽ പല രീതിയിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്ന റോമക്കാർ പിന്നെ ഒരിക്കലും ഈ ഒരു ഭാഗത്തേക്ക് എത്തി നോക്കിയിട്ടില്ല. സിറിയയിലേക്ക് അവരെത്തി നോക്കിയിട്ടില്ല. ഇങ്ങനൊരു വിജയം കൈവരിക്കാൻ കഴിഞ്ഞത് മുത്തുനബി തങ്ങളുടെ ഹിജറ, പലായനം, മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പലായനം നടന്നു കഴിഞ്ഞ് 17 വർഷം കഴിഞ്ഞിട്ടാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ വികാസത്തിലും ഇസ്ലാമിക സമൂഹത്തിൻ്റെ വളർച്ചയിലും ഖലീദ് ബിൻ വലീദ് ചെറുതായിട്ടൊരു പങ്കല്ല വഹിച്ചത്. അദ്ദേഹത്തിൻ്റെ അസാമാന്യമായിട്ടുള്ള സാഹസികത, മറ്റെവിടെയും കാണാത്ത ധീരത, കാര്യങ്ങളെ കാര്യങ്ങളായിട്ട് കണ്ട് ആത്മവിശ്വാസത്തോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി, അഥവാ ആർജവത്തോടു കൂടിയിട്ട്, അനൽപമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആർജവം, അതൊക്കെ ചരിത്രം രേഖപ്പെടുത്തിയ കാര്യങ്ങളാണ്. പ്രത്യേകിച്ചും വലിയ പ്രതിസന്ധികൾ വരുന്ന സമയത്ത് ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അതിനെ തരണം ചെയ്യാൻ വലിയൊരു സേനയുമായിട്ട് ചെറിയൊരു സേനയെ ആക്രമിക്കാൻ ചെല്ലുന്ന സമയത്ത് അതിനുണ്ടാകുന്ന വിജയ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾക്ക് അപ്പുറം വലുതായിട്ടുള്ള പ്രതിസന്ധികൾ വരുന്ന സമയത്ത് സധൈര്യം അതിനെ നേരിടാൻ, അതിനെ തരണം ചെയ്യാൻ, അതുപോലെ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രാതികൂല്യങ്ങൾ, അതുപോലെ തന്നെ ഈ കാലാവസ്ഥ സംബന്ധിയായിട്ടുള്ള പ്രതികൂല സാഹചര്യങ്ങൾ, അതിന് അദ്ദേഹം നേരിട്ടത് മാത്രമല്ല, മറ്റുള്ളവരെ നേരിടാൻ അവർക്ക് ഒരു മനധൈര്യം ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യത്തിലും അദ്ദേഹം കാണിച്ച നിപുണത, അത് തീർത്തും അനിതര സാധാരണമായിട്ടൊരു കാര്യമാണ്. പ്രവാചകൻ്റെ വിയോഗം ഉണ്ടാക്കി വെച്ച വിടവുകൾ ഒരിക്കലും നികത്താൻ കഴിയില്ല. അതിൻ്റെ പേരിൽ ഇസ്ലാമിക സമൂഹത്തിനുണ്ടായിരുന്ന വിള്ളലുകൾ ആ വിള്ളലുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ സമൂഹഗാത്രം, മുസ്ലിം സമൂഹഗാത്രം, അത് ഏൽപ്പിച്ച ആഘാതത്തിന് ആക്കം കൂട്ടാനും മതപരിത്യാഗികളായിട്ടുള്ള ആളുകൾ, കപടവിശ്വാസികളൊക്കെ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടുണ്ട്. നബി തിരുമേനിയുടെ വിയോഗം വന്നപ്പോൾ വലിയ വിടവുകൾ ഉണ്ടാക്കാനും വിള്ളലുകൾ ഉണ്ടാക്കാനും സമൂഹമാകുന്ന ഗാത്രത്തെ നശിപ്പിക്കാനും ആഘാതമേൽപ്പിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്.
അതിന് മതപരിത്യാഗികളുണ്ടായിരുന്നു, കപടവിശ്വാസികളുണ്ടായിരുന്നു. പക്ഷേ അവരെയൊക്കെ കൃത്യമായിട്ട് നേരിടാൻ ഖലീഫ അബൂബക്കറിന് വലിയ രീതിയിലുള്ള താങ്ങും തണലുമായിട്ട് പിന്തുണയുമായിട്ട് വർദ്ധിച്ചത് ഖലീദ് ബിൻ വലീദാണ്. സൈഫുല്ലാഹ്, അള്ളാഹുവിൻ്റെ വാൾ എന്ന് പേര് അദ്ദേഹത്തിന് ലഭിച്ചത് അങ്ങനെയാണ്. അള്ളാഹുവിൻ്റെ വാൾ എന്ന് പറഞ്ഞാൽ ഖലീദ് ബിൻ വലീദ്. ബനു അസദിലെ മതപരിത്യാഗികൾ അവർ വലിയ സമ്മർദ്ദമാണ് ഉണ്ടാക്കിയത്. അവരെ കൈകാര്യം ചെയ്യുന്നതിൽ ഖലീദ് ബിൻ വലീദ് വലിയ രീതിയിലുള്ള, വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പങ്കാണ് വഹിച്ചത്. വിജയം ആ രീതിയിലാണ് കൈവരിച്ചത്. അതുകൊണ്ട് തന്നെ ഖലീഫ അബൂബക്കർ അദ്ദേഹത്തെ പിന്നെ ഒട്ടും വീണ്ടും വിചാരം കൂടാതെ തന്നെ തമീം ഗോത്രത്തിലെ മുർത്തദ്ദുകളെ നേരിടാൻ അയച്ചു. അവരുടെ നേതാവായിരുന്നു മലിക് ബിൻ നുവൈറ. അയാളെ വധിച്ചു. അയാളുടെ ഭാര്യയെ ഭാര്യയുടെ പേര് ലൈലയെ ഖലീദ് ബിൻ വലീദ് വിവാഹം കഴിക്കുകയും ചെയ്തു. ഈ ഒരു സംഭവം പല മുസ്ലിം നേതാക്കളിലും വലിയ രീതിയിലുള്ള സംശയം ഉണ്ടാക്കി വച്ചിരുന്നു. മാലിക് ഇസ്ലാം ആശ്ലേഷിച്ച ശേഷമാണ് അദ്ദേഹത്തെ വധിച്ചത്. അബൂ ഖതാദത്തൽ അൻസാരി ഉൾപ്പെടെ പലരും അങ്ങനെയാണ് വിശ്വസിച്ചത്. ഇതിനെ തുടർന്ന് ഖാലിദിൻ്റെ സൈന്യത്തിലുണ്ടായിരുന്ന അബൂ ഖതാദ അദ്ദേഹത്തിൻ്റെ അനുവാദം പോലും വാങ്ങാതെ മദീനയിലേക്ക് മടങ്ങുക, അങ്ങനൊരു സംഭവം ഉണ്ടായി. എന്നിട്ട് അദ്ദേഹം അബൂബക്കറിനെ വിവരം ധരിപ്പിച്ചു. ഈ സംഭവം പറഞ്ഞ് ഉമർ ബിൻ ഖത്താബിന് അഥവാ ഖലീഫ ഉമറിന് ഖാലിദിൻ്റെ ഈയൊരു പ്രവർത്തനം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വളരെ കർക്കശമായിട്ടുള്ള തീരുമാനങ്ങളാണ് അങ്ങനെ എടുക്കാറുള്ളത് ഉമർ. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു ഖാലിദിനെ നിർത്തരുത്. അദ്ദേഹം എത്രമാത്രം യുദ്ധവിശാരദനാണെങ്കിലും ഇങ്ങനെയുള്ള സംസ്കാരം ഉൾക്കൊണ്ട് നടക്കുന്ന ഒരാളെ സ്ഥാനഭ്രഷ്ടാക്കിയേ മതിയാകൂ. മാത്രമല്ല അദ്ദേഹത്തെ തടയണം, തടവിലിടണം. ഇതാണ് ഖലീഫയോട് ആവശ്യപ്പെട്ടത്. ഖാലിദിൻ്റെ വാളിന് കുറച്ച് പുളപ്പ് കൂടും എന്ന അഭിപ്രായവും ആവർത്തിച്ചു. പക്ഷേ അന്നത്തെ സാഹചര്യത്തിൽ അബൂബക്കർ ഉമർ ബിൻ ഖത്താബിൻ്റെ നിർദ്ദേശം അതേപടി അംഗീകരിക്കുകയുണ്ടായില്ല. അദ്ദേഹം പറഞ്ഞത്, പ്രിയപ്പെട്ട ഉമറേ, ഖാലിദ് സംഭവത്തെ വിലയിരുത്തുന്നതിൽ വലിയ അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ ആക്ഷേപിക്കാതിരിക്കുക. അവിശ്വാസികളായിട്ടുള്ള ആളുകൾക്കെതിരെ അള്ളാഹു ഊരി വെച്ചൊരു വാള് അതിനെ തിരികെ ഉറയിലേക്കിടാൻ ഏതായാലും ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഖലീഫ അബൂബക്കർ അന്ന് ഉമറിനോട് പറഞ്ഞത്. പക്ഷേ ഉമറിന് ആ മറുപടിയൊന്നും ഉമറിനെ തൃപ്തനാക്കിയില്ല എന്നുള്ളതാണ് സത്യം. അൽഹംദുലില്ലാഹ്.